ഹലോ, അപ്പം നമ്മളിന്ന് മാടായി പാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറഞ്ഞാൽ ഇന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേയുള്ള വീഡിയോ ആണ്. എൻ്റെ ഫോണിലെ ഗാലറിയിൽ ഒരുപാട് ഇങ്ങനെ പെൻഡിങ് എടുക്കുന്ന വീഡിയോസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാനിങ്ങനെ വഴിയെ ഇടാം. എന്തായാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാടായിപ്പാറ അപ്പോൾ അറിയാത്തവർ ചുരുക്കമായിരിക്കും. കണ്ണൂരിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ഇനി കണ്ണൂരല്ലാതെ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ണൂരിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് മാടായിപ്പാറ. ഇവിടെ കാണാൻ എന്താ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ആ ഒന്നുമില്ലാതെ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. എന്താ പറയുക, തനതായ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് റിലാക്സ്ഡായി ഇരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ പടർന്നിങ്ങനെ കിടക്കണം ഇഷ്ടം പോലെ സ്ഥലം. എന്താ പറയുക, വേനൽക്കാലത്താകുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയി പുല്ലുകളായിരിക്കും ഉണ്ടാവുക. മഴക്കാലത്ത് നല്ല പച്ചപ്പായിരിക്കും. അങ്ങനെ ഓരോ സീസണിലും അതിൻ്റേതായ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മാടായിപ്പാറ. ഇവിടുത്തെ മാടായിൽ വിരിയുന്ന പൂക്കളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരമൊക്കെ നല്ല റിലാക്സ്ഡായി ചില്ല് ചെയ്തിരിക്കാൻ പറ്റും. എന്താ പറയുക, സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഞാൻ കുറേ കാലത്തിന് ശേഷമായിരുന്നു മാടായിപ്പാറക്കുന്ന് ഈ ഒരു അപ്പൂപ്പൻ താടിയെ കണ്ടിട്ടുണ്ടായത്. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. കിട്ടിയ സാധനം തന്നെ കുറച്ച് ക്ഷീണം പിടിച്ച പോലത്തെ അപ്പൂപ്പൻ താടിയാണ്. ഞാൻ പിന്നെ കുറച്ച് സമയം അതിങ്ങനെ കഴിച്ച് പിന്നെ അതിനെ അങ്ങ് വിട്ടു. അത് പിന്നെ അധികം അതിനെ നശിപ്പിക്കാനൊന്നും പോയില്ല. അങ്ങനെ നമ്മുടെ മൂന്നാൾക്കാരും കുറേ സമയം അവിടെ മാടായിപ്പാറയ്ക്ക് ഇരുന്ന് എന്താ പറയുക, നല്ലൊരു മനസ്സിന് തന്നെ ഒരു നല്ല സുഖമാണ്. അന്ന് അധികം തിരക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും മാടായിപ്പാറക്ക്. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറഞ്ഞ കണക്ക് ഏട്ടൻ്റെ വീട് ഇതിന് അടുത്താണ്. നമ്മൾ സ്ഥിരം അതിലൂടെ പോകുന്നതാണെങ്കിലും വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുള്ളൂ. ദൂരെയുള്ള നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ സൺഡേ ഒക്കെ ആകുമ്പോൾ വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന കാണുമ്പോഴാണ് ആ ഒരു കുറ്റബോധം ഉണ്ടാവുക. പിന്നെ നമ്മളിതാ അച്ഛനും മോളും കൂടി അവിടെ നല്ല 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 കല്ലുകളുണ്ട് കേട്ടോ, അതൊക്കെ പൊറുക്കി കളിക്കുമെന്ന്. പിന്നെ ഇവിടെ എന്താ പറയുക, അത് അതിൻ്റേതായ ഇതിലിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് ഇനി ആൾക്കാർക്ക് പോകുമ്പോൾ ആയാലും പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചാടിയിട്ടൊന്നും അങ്ങനെ അവിടെ വൃത്തികേടാക്കാണ്ട് വെക്കുക. കുറേ ഇങ്ങനെ കുപ്പിച്ചില്ലുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ കാണാൻ അങ്ങ് ദൂരം നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ പരമാവധി സൂം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ കാണുന്നില്ലേ, അതിങ്ങനെ താന്നു പോകുന്നവരെ ഞാനിങ്ങനെ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ എനിക്കൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും കീപ് സപ്പോർട്ടിങ്. ടാറ്റാ.